അപ്പോൾ മാസ്റ്റർ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ വായിച്ച് മാസ്റ്റർ തന്നെ തീരുമാനിച്ച് അതെല്ലാം മാസ്റ്റർ ഒരു 10 ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി പാടി വെച്ചിരുന്നു. ഞങ്ങൾ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. തലേന്ന് രാത്രി എൻ്റെ അടുത്ത് കൊണ്ട് കാസറ്റ് എടുത്ത് വേടാ, നമുക്ക് ഒന്ന് ടേപ്പ് റെക്കോർഡ് നാളെ രവിമേനോൻ കൊണ്ട് നമുക്കിട്ട് അതിനകത്തൊന്ന് കേട്ട് നോക്കണം. അപ്പോൾ ഞാനത് മാസ്റ്ററിൻ്റെ പെട്ടിയിൽ നോക്കുന്നുണ്ട്. നോക്കി കുറേ നേരമായിട്ട് ഞാൻ നോക്കിയിട്ട് കാസറ്റ് കാണുന്നില്ല. എന്നെ ഏൽപ്പിച്ചതാണ് കാസറ്റ്. ഞാൻ ഇവിടെ വെച്ചെന്നുള്ളത് എനിക്കൊരു ഭയങ്കര എങ്ങനെ മാസ്റ്ററോട് പറയുമെന്നറിഞ്ഞൂടാ. റെക്കോർഡിങ് ഫിക്സ് ചെയ്തു പോവുകയും ചെയ്തു. നാളെ ഗായകർ വരും പഠിപ്പിക്കണം. മാസ്റ്റർ എന്നെ ഇനി പറയാനൊന്നുമില്ല. ഗുരുതരമായ തെറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്. വേറെ 10 പാട്ട് കീർത്തനം നോക്കി ആ ബുക്ക് നോക്കി ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകൾ എടുത്തിട്ട് അന്ന് ആ ഒരു ദിവസം കൊണ്ട് മാസ്റ്റർ ഫുള്ളായിട്ട് മാസ്റ്റർ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ മാസ്റ്റർ മ്യൂസിക് ചെയ്തെടുത്തു. ആ 10 പാട്ടുകൾ ഹിറ്റാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ആഴത്തിലേറെ കീർത്തനങ്ങൾ മാസ്റ്റർ അതിമനോഹരമായി ട്യൂൺ ചെയ്ത് ഒരൊറ്റ ദിവസം കൂടി ട്യൂൺ ചെയ്ത് വെച്ചു. രവിമേനോൻ തന്നെ അത്ഭുതപ്പെട്ടു. റെക്കോർഡിങ് നടക്കുമോ എന്നുള്ള പേടി രവിമേനോന് പേടിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ.